ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു വ്ളോഗ് പോലെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അടുക്കിപ്പറക്കൽ പരിപാടികളൊക്കെ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം കുറേ ദിവസമായി ഇടയ്ക്ക് നാട്ടിലൊക്കെ പോയിരുന്നതുകൊണ്ട് തന്നെ വീടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഷെൽഫിനൊന്നും ഡോറുകളില്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളിലേക്ക് പൊടി കയറാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വാൾപേപ്പർ കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് തൂത്തെടുക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചു. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന വാൾപേപ്പറിന് സത്യം പറഞ്ഞാൽ ഒട്ടും പശയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു പോർഷൻ മാത്രം ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെയുള്ള ആ ഷെൽഫിലുള്ള സാധനങ്ങളെല്ലാം ഇനി ഞാൻ തൂത്ത് കയറ്റാനായിട്ട് പോവാണ്. വായിക്കാനായിട്ട് പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ വായനയൊന്നും നടക്കുന്നില്ല. ഇപ്രാവശ്യത്തെ പ്രഗ്നൻസിയിൽ കുറച്ച് ഏറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ട്രാവൽ ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ ആകെ ഒരു വല്ലാത്ത മൂഡിലാണ്. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് മൈഗ്രെയിൻ്റെ നല്ല ശല്യമുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ അടുക്കിപ്പെറുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ 2 പേരുടെയും വാക്സിനേഷൻ കാർഡൊക്കെ കിട്ടി. അപ്പോൾ അവിടെ നേരത്തെ ഇരുന്ന പേപ്പറൊക്കെ എടുത്ത് ഞാൻ ചുരുട്ടി മാറ്റി കളയുകയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് തൂത്ത് വെച്ച്, പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ കോളേജിലെ കുറേ മെമ്മറീസ് ഉള്ള പഴയ CD ഡിസ്കുകളാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് അതേപോലെ തന്നെ തൂത്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളെ പേടിച്ച് നമ്മൾ ഓരോ സാധനങ്ങളും പൊക്കത്തേക്ക് വെക്കും. കാരണം അവർ എടുക്കാതിരിക്കാനും എടുത്ത് നശിപ്പിക്കാതിരിക്കാനും ഒക്കെ ആയിട്ടാണ്. അങ്ങനെ വെച്ച് ആ ഷെൽഫിനകത്ത് നിറച്ച് സാധനങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് അടുക്കി പറക്കാം. കാരണം വേണ്ടതും വേണ്ടാത്തതുമായ കുറേ സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് മൊത്തത്തിൽ ചാടിച്ചിട്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്ത് വെക്കുന്നത്. ഇത് നമ്മുടെ അയൺ ബോക്സ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അതായത് നമ്മുടെ ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്സൊക്കെ നമുക്ക് അയൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ നമുക്ക് സ്റ്റീമും കൊടുക്കാം. അതായത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അയൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതിലും കൂടുതൽ ഹസ്ബൻഡാണ് യൂസ് ചെയ്തത്. ഹസ്ബൻഡ് ഇടയ്ക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട് അവരുടെ കോട്ടൊക്കെ അയൺ ചെയ്യാനായിട്ടൊക്കെ. അപ്പം ഇത് നല്ലൊരു യൂസ്ഫുൾ ഐറ്റമാണ്. ഞാൻ മേടിച്ചത് ഫിലിപ്സിൻ്റെ ആയിരുന്നു. ഇതുവരെ ഡാമേജ് ഒന്നും ഇല്ല. ഒരു 1.5 വർഷത്തോളമായി ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം. അതിന് ശേഷം ഇത് മറ്റേ ഹെയർ ഡ്രയറാണ് കേട്ടോ. അപ്പം ഹെയർ ഡ്രയറൊന്നും ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. ഹെയർ നെറ്റ് പൊതുവേ ഞാനങ്ങനെ ഒരു പരിപാടികളും ചെയ്യാറില്ല. ആകെ ഞാൻ ചെയ്യുന്നത് കളറിങ് മാത്രമാണ്. ഇപ്പം ഞാനങ്ങനെ അതും ചെയ്യാറില്ല. കാരണം ഹെയറൊക്കെ ഒത്തിരി ഡ്രൈ ആകാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടിയും സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇത് ആകെ ഞാൻ യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും ജലദോഷമോ പനിയൊക്കെ ഉള്ളപ്പം അവരുടെ മുടിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണക്കാനായിട്ട് മാത്രം. ഇത് ഒത്തിരി വാട്ട്സിൻ്റെ ഐറ്റം ഒന്നും അല്ല കേട്ടോ. ഒരു നോർമൽ പ്രൊഡക്റ്റാണ്. എന്നാൽ ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണെന്നും പറയാൻ പറ്റില്ല കേട്ടോ. സത്യത്തിൽ എനിക്ക് പൊടിയൊന്നും ഒട്ടും അടിക്കാൻ പാടില്ലാത്ത കൂട്ടത്തിലാട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ശ്വാസമുട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അലർജിക്കാണ് ഞാൻ. പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിക്കുറവാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഈ ക്യാരിയിങ് ആയതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസിയിൽ ഇപ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ ശ്വാസമുട്ടലുണ്ട്. ചിലപ്പം രാവിലെ വൈകിട്ടൊക്കെ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ആകെ ഒരു ഗുണം ഇൻഹേലേഴ്സ് ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ഓടി പോകണ്ട എന്നൊരു ഗുണം മാത്രമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഒത്തിരി നാളായി കേട്ടോ. ക്യാരിയിങ് ആയതിൽ പിന്നെ ഞാൻ ഈ സാധനങ്ങളൊന്നും തന്നെ തൊട്ടിട്ടില്ല. ആകെ കണ്ണെഴുതും, ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ഒന്നും തന്നെ ഇപ്പം കറൻ്റ്ലി യൂസ് ചെയ്യാറില്ല. പിന്നെ അതെൻ്റെ ഒരു വചനപ്പെട്ടിയാണ്. പക്ഷേ ഇതും കുട്ടികളെ പേടിച്ച് എല്ലാം പൊക്കത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ പലതും നമ്മൾ എവിടെയാണെന്ന് കൂടി അറിയാത്ത ഒരവസ്ഥയിലാണ്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് കുറച്ച് നെയിൽ എക്സ്റ്റൻഷനും കാര്യങ്ങളുമാണ്. അപ്പോൾ എന്തൊക്കെ അലുക്കുലുത്തുകൾ അതിനകത്തുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കളയണം. എക്സ്പയറി കഴിഞ്ഞ കുറേ മരുന്നുകൾ, കുട്ടികളുടെ മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. ഇത് ഇൻലോസ് വിശുദ്ധനാട് പോയപ്പം കൊണ്ട് തന്ന കേട്ടോ. അപ്പോൾ ഹോളി വാട്ടറാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇപ്പം പൊതുവെ കഫക്കെട്ടൊക്കെ വരുമ്പം ഇപ്പം ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ കൊടുക്കാറില്ല. ഞങ്ങൾ കാണിക്കുന്ന ഡോക്ടർ അങ്ങനെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറില്ല. കൂടുതലും നെബുലൈസേഷനാണ് പറയാറ്. അതാണ് സേഫ്. അപ്പോൾ കുട്ടികളുടെ 2 മാസ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നെബുലൈസർ ഉണ്ട്, ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് നെബുലൈസ് ചെയ്യാൻ കൊണ്ടുപോകാമെന്ന്
പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാളെ കൊണ്ടുപോകുമ്പം മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോകാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളൊരു നെബുലൈസർ വാങ്ങി. പിന്നെ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ എനിക്ക് ഷുഗറിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് വാങ്ങിയതാണ് ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു എക്യുപ്മെൻറ്റ്. അപ്പം ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ ബാക്കി വന്ന അലുക്കുലത്തെ സാധനങ്ങളെല്ലാം കുഞ്ഞിൻ്റെ മോളുടെ കുറേ ക്ലിപ്പുകൾ, അങ്ങനത്തെ കുറേ സേഫ്റ്റി പിന്ന്, ഹെയർ ബാൻഡ്സ്, ക്ലിപ്സ്, ഇതെല്ലാം ഞാൻ പെറുക്കി ഈ ഒരു ഡപ്പയ്ക്കകത്തോട്ടാണ് കേട്ടോ ഇടുന്നത്. എനിക്ക് തോന്നുന്നു കുട്ടികളുള്ള എല്ലാ വീട്ടിലും തന്നെ ഒരു ലോഡ് മരുന്ന് കുപ്പികളും, അതേപോലെ തന്നെ പെൺകുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ബുഷ്, ക്ലിപ്പ്, ഈ വക സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ആയിരിക്കും. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ അല്ലെങ്കിൽ എവിടെ വെക്കണമെന്ന് പോലും നമുക്ക് അറിവുണ്ടായിരിക്കില്ല. പിന്നെ കുട്ടികൾ ഈ മരുന്നൊക്കെ എടുത്ത് കഴിക്കുന്നു, അറിയാതെയൊക്കെ കഴിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഹൈറ്റിലാണ് പൊതുവേ വെക്കാറ്. അപ്പം എല്ലാം ചെക്ക് ചെയ്യണം, എക്സ്പയറി കഴിഞ്ഞതൊക്കെ മാറ്റണം, അങ്ങനെയൊക്കെ ഓരോ ചെക്കിങ്ങിലാണ്. ഇതും എൻ്റെ ഇൻലോസ് ചൈനയ്ക്ക് പോയപ്പം അവിടുന്ന് കൊണ്ടുവന്ന ഒരു ചെയിനാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, വളരെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് നന്നായിട്ട് സൂക്ഷിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പം യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ അതേപോലെ തന്നെ അത് ആ ഒരു ഇതിനകത്ത് ഇട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് എനിക്ക് ഇൻലോസ് തന്നൊരു ചെയിനാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ പൊതുവേ മാലകളൊന്നും മാറി മാറി ഇടാറില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പം യൂസ് ചെയ്യാമെന്ന് കരുതി എല്ലായിടത്തും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് കുട്ടികളുടെ മരുന്നൊക്കെയാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ നെബുലൈസറിൽ ഒഴിക്കുന്ന മരുന്നാണ്. അപ്പം ഇതിൻ്റെ അളവൊക്കെ ഡോക്ടർ പറഞ്ഞു തരും. അപ്പം നമ്മൾ സിറിഞ്ചിൽ അതെടുത്തിട്ട് അതിനനുസരിച്ചാണ് അപ്ലൈ ചെയ്യാറ്. അപ്പം ഇത് എൻ്റെ കുറേ നെയിൽ പോളിഷ് പരിപാടികളാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര മേക്കപ്പ് ഭ്രാന്തിയാണ്. പക്ഷേ ഞാനിതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. വല്ലപ്പോഴും എനിക്ക് തോന്നുന്നു 5-6 മാസമൊക്കെ കൂടുമ്പോഴാണ് ഞാനൊന്ന് നെയിൽ പോളിഷൊക്കെ യൂസ് ചെയ്യാറ്. പക്ഷേ കാണുമ്പം ഒരു ക്രേസ് കൊണ്ട് 1-2 ഒക്കെ വാങ്ങാറുണ്ടെങ്കിലും ഇപ്പം പൊതുവേ ഇതൊന്നും വാങ്ങാറില്ല. ഇതൊക്കെ പഴയ ഐറ്റംസാണ്. അങ്ങനെ വേണ്ടാത്ത എല്ലാ സാധനങ്ങളും, കുറേ ഗോൾഡിൻ്റെ ബോക്സുകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ പിള്ളേരുടെ നെയ്സൽ സ്പ്രേ, ഇതൊക്കെ ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തരുന്നതാണ് കേട്ടോ. അങ്ങനെ വെച്ച് ഒത്തിരി എണ്ണ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ ഏതാണ് ഇനി വേണ്ടത് വേണ്ടാത്തതെന്ന് അറിയാൻ മേലാതെ ഒരു കൺഫ്യൂഷനിലാണ്. അപ്പം അതെല്ലാം അവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കുകയാണ്. അതിനകത്തൊന്നും വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഡിസ്പോസ് ചെയ്യുകയും വേണ്ടതെടുത്ത് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുകയാണ്. ഞാൻ പൊതുവെ ഒരല്പം OCD കാരിയാണ്. എനിക്കിങ്ങനെ എല്ലാം ക്ലീനായിട്ടിരിക്കണം. പ്രത്യേകിച്ച് എനിക്ക് സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് നമ്മളൊരു സാധനം ഉപയോഗിക്കാൻ എടുത്തു കഴിഞ്ഞാലും അത് തിരിച്ച് അവിടെ തന്നെ പ്ലേസ് ചെയ്യണം. ഒരു ബെഡ്ഷീറ്റ് പോലും ചുളുങ്ങി കിടക്കുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പം കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അത്രയൊന്നും ബലം പിടിച്ചിട്ട് കാര്യമില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേയൊക്കെ ഒരു അയഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില കാര്യങ്ങളിൽ എനിക്കത് മസ്റ്റാണ്. നീറ്റായിട്ടിരിക്കാനും വല്ല സാധനങ്ങൾ വലിച്ചു വാരി ഇടുന്നതും ഒന്നും എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇപ്പോൾ ഈവൻ കുട്ടികൾ കളിച്ചിട്ട് ടോയ്സൊക്കെ ആണെങ്കിലും ഞാൻ അവരെ കൊണ്ട് തന്നെ കളിക്ക് ശേഷം അത് അടുക്കി വെക്കാൻ പറയാറുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ശീലം കൊടുക്കാറുണ്ട് ഞാൻ. പിന്നെ ഞാൻ ഉപയോഗിക്കാത്ത ഒരു സാധനങ്ങളും ഞാനിങ്ങനെ ചുമ്മാ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അത് ഈവൻ ഇപ്പോൾ ഒരു ഡ്രസ്സായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓർണമെൻറ്റ്സ് ആയാലും എന്ത് ഐറ്റം ആണെങ്കിലും ഞാൻ മാക്സിമം മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടിക്ക് ഞാൻ ഈ അടുത്തിടെ ഇപ്പം ഞാൻ ക്യാരിങ് ആയതുകൊണ്ട് എനിക്ക് വെയർ ചെയ്യാൻ പറ്റാത്ത കുറേ ഡ്രസ്സുകൾ ഞാൻ ആ കുട്ടിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കര ഹാപ്പി. അതൊന്നും ഞാൻ ഉപയോഗിച്ചത് കൂടിയല്ല, ഈവൻ എപ്പോഴേലുമൊക്കെ ഉപയോഗിക്കാം എന്ന് കരുതി നമ്മൾ വാങ്ങിച്ചതോ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാനായിട്ട് വെച്ചതോ ഒക്കെയാണ്. എങ്കിൽ കൂടി ഞാനത് കൊടുക്കാറുണ്ട്. ഡെയിലി പുറത്ത് പോകുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സുകളൊന്നും അത്രയും മോശം വന്നതായിരിക്കില്ല. മോശമുള്ള ഒരു ഡ്രസ്സും ഞാൻ ആർക്കും കൊടുക്കാറില്ല കേട്ടോ. എങ്കിലും ഉപയോഗയോഗ്യമായ ഡ്രസ്സുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സും ഞാൻ ഇതേപോലെ തന്നെ ഷെയർ ചെയ്യാറുണ്ട്. അതായത് കുട്ടികൾക്ക് ചെറുതായതും എന്നാൽ അവർക്ക് ഉപയോഗിക്കാൻ, അതായത് പുറത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ഒത്തിരി ഡ്രസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതാണൊരു സാറ്റിസ്ഫാക്ഷൻ. ഞാനത് ഉപയോഗിക്കാതെ വെറുതെ എൻ്റെ അലമാരിയിൽ വെച്ചതുകൊണ്ട് എനിക്കും ഒരു ഗുണമില്ല, അത് ആർക്കും ഒരു ഹെൽപ്പും ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഷെയർ ചെയ്യാറുണ്ട്. അതായത് ഞാൻ ഉപയോഗിക്കാത്ത സാരികൾ, ചുരിദാറുകൾ ഒക്കെ ഞാൻ അതുപോലെ കൊടുത്തിട്ടുണ്ട്. കുർത്തീസ് ഇപ്പം എല്ലാം ഇച്ചിരി പിരിവുള്ളതൊക്കെ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്രോക്കൊക്കെയാണ് ഞാൻ വെയർ ചെയ്യാറ്. അപ്പം അതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാം, കാരണം ഇനി ഞാൻ പ്രഗ്നൻസി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ചതോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നതോ ആയ സാധനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഫാഷൻ പോയതോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ മടിയുള്ളതോ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ
സാധനങ്ങൾ കുറേയൊക്കെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, നമ്മളിതുപോലെ ഡ്രസ്സ് കൊടുത്ത ആൾക്കാർ നമ്മൾ മുന്നിൽ കൂടെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഇതേപോലെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പഴയതൊക്കെ എടുത്തു കൊടുക്കും. എൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഇൻലോസൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെ നീ ഇതുപോലെ എടുത്ത് കൊടുക്കൂടി എന്നൊക്കെ ചോദിച്ച്. പക്ഷെ അത് ഒരു തമാശയായിട്ട് ഞാൻ കാണുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഞാനത് എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സാധനം അത് മറ്റൊരാൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കത് ഷെയർ ചെയ്യുകയും വേണം. ഇതെൻ്റെ ഇൻഹീലറാണ് കേട്ടോ. കുട്ടികളൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ട് അതിനകത്ത് മെഴുകുതിരി കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഇച്ചിരി സ്മെല്ലുള്ള ഇതായത് വാക്സ് ആയത് കാരണം തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻഹീലർ വെറുതെ പോയി. ആക്ച്വലി അത് വാങ്ങിച്ചിട്ട് പൊട്ടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അധികം ഉപയോഗിച്ചതല്ല. എന്തായാലും അത് പോയി കിട്ടി. പിന്നെ ഇങ്ങനെ ഓരോരോ ഐറ്റംസൊക്കെ പെറുക്കി വെക്കുകയാണ്. കുറേ അലുക്കുലത്തെ സാധനങ്ങളുണ്ട്. ഏതിൻ്റെയാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ആക്ച്വലി അറിയില്ല കേട്ടോ. കാരണം കുറേ ചാർജറുകളും ചിലപ്പം ട്രിമ്മറിൻ്റെ ആയിരിക്കും, ചിലപ്പം പിള്ളേരുടെ എന്തെങ്കിലും ടോയ്സിൻ്റെ ആയിരിക്കാം, അതുപോലത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ എല്ലാം ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് കുറേയൊക്കെ മാറ്റി അടുക്കിയും പെറുക്കിയൊക്കെ വെച്ച് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് കുറേ കുട്ടികളുടെ സ്വെറ്ററും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ചിലപ്പം മേ ബി നാട്ടിൽ നിന്നൊക്കെ വരുമ്പം വണ്ടിയിൽ ഈസിയിട്ട് വരുമ്പം കുട്ടികളെ ഇടിപ്പിച്ചുകൊണ്ട് വരുന്നതാണ്. ആക്ച്വലി ഇതിപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് എറണാകുളം ആയതുകൊണ്ട് ഇവിടെ നല്ല ചൂടായതുകൊണ്ടും ഈ ഒരു സാധനം നമുക്ക് ഇവിടെ യൂസ്ഫുൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻലോസ് വരുമ്പോൾ ഇത് തിരിച്ച് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ. കാരണം അവിടെ ആകുമ്പം കട്ടപ്പനയാണ് നാട്. അപ്പം അവിടെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മിക്കപ്പോഴും. അപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ മോളുടെ കുറേ ആക്രി സാധനങ്ങളാണ്, ക്ലിപ്പ്, വള, അങ്ങനെ കുറേ കുഞ്ഞു ഐറ്റംസ്. നമ്മളതൊക്കെ ഓരോരോ ആഗ്രഹത്തിന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. പക്ഷേ പിള്ളേരുടെ കാര്യം അറിയാമല്ലോ, കുറേയൊക്കെ സൂക്ഷിക്കും, കുറേയൊക്കെ നശിപ്പിച്ച് കളയും. അങ്ങനെ ഉള്ളതെല്ലാം കൂടെ വാരിപ്പെറുക്കി ഞാൻ ആ ഒരു ബോക്സിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള അലുക്കുലത്ത് സാധനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്തു. ചില സാധനങ്ങൾ വേറെ സ്ഥലങ്ങളിൽ ഇരിക്കേണ്ടത് അവിടെ തന്നെ കൊണ്ട് പ്ലേസ് ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു അടുക്കിപ്പെറുക്ക് ഏകദേശം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ റൂമിന് വലിയ വലുപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കട്ടിലേലോട്ടാണ് സാധനങ്ങൾ എടുത്തിട്ട്, അപ്പം ഞാനൊരു പഴയ ക്ലോത്ത് എടുത്തിട്ട് ബെഡിൽ വിരിച്ചിട്ടാണ് അതിൻ്റെ പുറത്തേക്കാണ് ഈ സാധനങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ ആ ക്ലോത്ത് ഒന്ന് റിമൂവ് ചെയ്ത് ബെഡൊക്കെ ഒന്ന് കൊട്ടി സെറ്റാക്കുന്നുണ്ട്. എന്തായാലും ആ ക്ലോത്ത് വാഷ് ചെയ്യാനുള്ളതാണ്. പിന്നെ താഴെയിട്ട പേപ്പറൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ എൻ്റെ ഒരു പഴയ പേഴ്സ് താഴെ കിടന്ന് കിട്ടി. അതിനകത്ത് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കുപ്പിയും കുറേ ചില്ലറകളും, പിന്നെ അതുപോലെ തന്നെ എന്നെപ്പോലെ തയ്ക്കുന്നവരുടെ പേഴ്സിൽ മിക്കപ്പോഴും ഉണ്ടാകുന്ന കുറേ ബിറ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് ക്ലോത്തിൻ്റെ ചെറിയ പീസുകൾ നമ്മൾ കളറിനോ അല്ലെങ്കിൽ നൂലൊക്കെ മാച്ച് ചെയ്ത് വാങ്ങിക്കാനായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന പീസുകളൊക്കെ ആയിരിക്കാം മേ ബി. അപ്പോൾ അങ്ങനെ കുറേ ചില്ലറയൊക്കെ ഉള്ളത് അത് ഇതേപോലെ ഒരു പാത്രത്തിനകത്താണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇട്ടിട്ടു. അതുപോലെ തന്നെ പേഴ്സിനകത്ത് ഉണ്ടായിരുന്നതാണ് ഈ കൃപാസനത്തിലെ മാതാവിൻ്റെ ഒരു എന്താ പറയുക, ഒരു ലോക്കറ്റ്. അപ്പം അത് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെടുത്ത് ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ നിലവിൽ ഞാൻ യൂസ് ചെയ്യുന്ന പേഴ്സിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ സംഭവം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? അയ്യോ, കൊറോണ വന്ന സമയത്ത് നമ്മുടെ ആ ഒരു വാക്സിനേഷൻ കാർഡാണ് കേട്ടോ അത്. അപ്പം നിലവിൽ ഞാൻ ഇപ്പോൾ ഈ പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിനകത്തും ഉണ്ടായിരുന്ന കുറേ ബിറ്റും സാധനങ്ങളും ഒക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ കൃപാസന മാതാവിൻ്റെ ആ ഒരു പെൻഡൻറ്റ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പേഴ്സ് ഹൈ ഡിസൈനിൻ്റെ പേഴ്സാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഇന്നത്തെ പരിപാടി ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അത് ഞാനിങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. അതിനെപ്പറ്റിയുള്ളൊരു ഷോർട്സ് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുന്ന പ്രോഡക്ട്സുകളാണ്. അപ്പം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യിച്ചെടുക്കുന്നതാണ് ബൾക്കായിട്ട്. അപ്പം ഇതുപോലുള്ള പ്രോഡക്ട്സൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മളെ വാട്സപ്പ് ത്രൂ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉള്ളതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പം അതൊരു അത്യാവശ്യം ഒരു 1.5 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു കേട്ടോ. കുറച്ചേറെ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എല്ലാം ഇതുപോലെ ഓപ്പൺ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് തൊട്ട് ഒരു ഉച്ച വരെ ഉള്ള ഏകദേശം ഒരു ടൈമിൽ എൻ്റെ ഒരു റുട്ടീനും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ഏർലി മോർണിംഗിലെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഏകദേശം ഒരു 10 മണി കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷമുള്ള ഒരു വ്ളോഗാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡെയിലി കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കസ്റ്റമൈസേഷനായിട്ട് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വാട്സാപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.